Hey guys, welcome back to Mitcham Vlogs. This is day 2 of Wayanad Ooty trip. And ഇതിപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ നല്ല കൊടും മഞ്ഞാണ്. ഞാൻ എങ്ങനെയോ അങ്ങ് എണീറ്റ് പോയതാണ്. 6 മണിക്കൂർ ഉറങ്ങണമെന്ന് വിചാരിച്ചു. ഒരു 5.5 മണിക്കൂറൊക്കെ നടന്നിട്ടുണ്ട്. എന്തോ ഒരു ഇതിൽ എണീറ്റ് പോയതാണ്. അപ്പോൾ എണീറ്റപ്പോൾ പപ്പയും മമ്മയും എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് നോക്കിയപ്പോൾ കൊടും മഞ്ഞ്. അതിൻ്റെ ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം വന്നിട്ട് ഒരു 10 മണി അടുപ്പിച്ച് ആവാനായിട്ടുണ്ടാവണം അല്ലേ? 10:10 ആൻഡ് ഇപ്പോൾ എല്ലാവരും എണീറ്റ് ഇങ്ങനെ എല്ലാവരും ചായ കുടിച്ചു. ഇനി പൂളിലേക്ക് ചാടാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു വില്ലയുടെ ഒരു ഷോട്ട് ഞാനിന്ന് എടുത്തരും എന്നുള്ളത്. റൂംസിൻ്റെ ഷോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം റൂംസ് അലങ്കോലൊക്കെ കിടക്കാണ്. ബട്ട് വില്ലയുടെ ഷോട്ട് എടുത്തായിരുന്നേക്കും ഡെഫിനറ്റ്ലി. സോ ദിസ് ഈസ് എന്തായാലും ഇതിൻ്റെ പേര് മിസ്റ്റി മൗണ്ട് ഹോം സ്റ്റേ. കുഞ്ഞാങ്ങളുടെ ഫ്രണ്ട്സും കൂടെ നടത്തുന്ന ഒരു ഹോം സ്റ്റേ ആണത്. ആൻഡ് ഇത് വയനാടാണ്, കൽപ്പറ്റയിൽ കുറച്ച് ദൂരമുണ്ട്, അവിടെയാണിത്. ആൻഡ് ഇതൊരു 4 BHK ആണ്. സാമാന്യം നല്ല റൂംസൊക്കെയാണ്. പിന്നെ തണുപ്പുള്ള എയർ കണ്ടീഷൻ ആവശ്യം വന്നിട്ടില്ല. ആൻഡ് ക്ലൈമറ്റൊക്കെ നല്ല കിട്ടില്ല ക്ലൈമറ്റ്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടെന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോൾ ചൂടുണ്ട്, പക്ഷെ കാറ്റുണ്ട്. സോ അങ്ങനെ വേർക്കുക എന്നുള്ളൊരിതില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, സോ വില്ലയുടെ ഷോട്ടൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ വില്ലയുടെ ഒരു സൈഡാണിത്. ആൻഡ് അവിടെ ഒരു ചെറിയ കോട്ടേജ് പോലെ ഉണ്ട്, ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കഴിക്കാൻ, ഫുഡ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ. ആൻഡ് എൻട്രൻസ് വരുമ്പോൾ ഇവിടെയാണ്. സോ ഇവിടെ ഒരു റൂം, ആ സൈഡിലൊരു റൂം. ഇത് ഈ 2 റൂംസ് കണക്റ്റഡ് ആണ്. പിന്നെ മുകളിൽ 2 റൂംസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ വ്യൂ എന്നൊക്കെ പറഞ്ഞത് അവിടെ ഒരു മലയുടെ വ്യൂ. മലയൊന്നും രാവിലെ കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞായിരുന്നു. മലയുടെ വ്യൂ അവിടെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ, അവൾ എണീറ്റ് ഇതേ മമ്മിയുടെ കൂടെ കളിച്ചോണ്ടിരിക്കുന്നത്. എവിടെ മമ്മി? അതെ, മമ്മിയും കുഞ്ഞിരിക്കുന്നു. അവളവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിരിക്കുന്നു. കുഞ്ഞാങ്ങൾ നേരത്തെ അങ്ങോട്ട് പോയി, കുഞ്ഞാങ്ങൾ തിരിച്ച് വന്നു. പിന്നെ നമ്മുടെ മറ്റേ 2 വ്ളോഗേഴ്സും ഐ ഫ്ലേക്സും ജോമിയൻ്റെ ഐഷു ഡയറീസിൻ്റെ ആൾക്കാരും ഒക്കെ ഇവിടെ എവിടെയോ തിരിച്ച് നടപ്പുണ്ട് പൂളിൻ്റെ ഷോട്ടൊക്കെ എടുക്കാൻ. സോ ഫസ്റ്റ് നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പൂളിൽ ഇറങ്ങാമെന്ന്. അത് കഴിഞ്ഞിട്ട് പയ്യെ സൈറ്റ് സീയിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന്. യെസ്, ഓഫ് കോഴ്സ്. എന്നിട്ടതേ അവിടെ ഒരാൾ ഇറങ്ങി തുടങ്ങി. പക്ഷേ കുഞ്ഞാൻ്റെ ഇതേ നിൽക്കുന്നു, മോൻ ഇറങ്ങണ കണ്ടിട്ട്. എന്റെ ടവല് അവിടെ ചേർന്ന് കിടന്നതല്ലേ ഇത്? ജിജോന്നെ അപ്പോൾ ഓക്കെ. ഞാൻ വിചാരിച്ചു എൻ്റെ ടവല് ചോദിച്ചോണ്ടായിരുന്നു. പക്ഷെ ഒരാളത് തണുപ്പത്ത് നല്ല തണുപ്പ് ചത്തുവോ? ഞാൻ ജിജോ ചേട്ടാ എത്ര തണുപ്പുണ്ട് പറ. സോ ഇതാണ് ഇവിടുത്തെ പൂൾ സെറ്റപ്പ്. ഇതിൻ്റെ എൻട്രൻസ് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ്. പൂളിങ്ങനെ ഒരു മറ്റേ ഡിഒ പൂൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിനെ ഫുൾ രീതിയിൽ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത്. സോ ആവശ്യത്തിന് ഡെപ്ത് ഉണ്ട്. നമ്മുടെ മറ്റേ ആൽമരമില്ലേ, ആൽമരത്തിൻ്റെ അത്രയും നീളമില്ല, പക്ഷെ എന്നാലും ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് നല്ല കിട്ടണം. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. വേറെ വ്ളോഗേഴ്സിനെ കാണാനില്ല. എനിക്കൊന്ന് അവർ മുകളിൽ പോയി മലയുടെ ഒക്കെ ഷോട്ട് എടുക്കാൻ. ബാക്കി എല്ലാവരും ഇങ്ങനെ പൂളിൽ ഇറങ്ങാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലുണ്ട്. ജസ്മിയ റെഡി ആവുന്നു. ഒരുത്തി വീണ്ടും ജനലിൽ കൂടെ എത്തി നോക്കുന്നു. എന്താണ് ജയിപ്പുള്ളിയാ? ഹായ് പറ. ഹായ് ഹായ്. നമ്മുടെ ചക്കൂടാണ് അവൻ്റെ ഹായൊക്കെ പറയാൻ. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ബാക്കി പൂളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള തോന്നിവാസവും ഇന്നത്തെ കറക്കമൊക്കെ പറയുന്നതാണ്. ഇന്നിപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പോകണം. ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു 45 മിനിറ്റ്സോളം ഉണ്ട്. പിന്നെ ഡാമിൽ പോകണം, കാരണം ഇവർക്ക് സിപ്പ് ലൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സോ ഡാമിൽ പോകും. പിന്നെ ഷോപ്പിംഗ്, ചില്ലറ ഷോപ്പിംഗ്, അതൊക്കെയാണ് പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഫുഡിങ് എന്നൊക്കെ നടക്കും. ബേസിക്കലി എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അതാണ് മെയിൻ ഐഡിയ. ജയിൽപ്പുള്ളി പുറത്ത് വന്നിട്ടുണ്ട്. ഹായ് ഹായ്. രാവിലെ വീട്ടിൽ വന്ന അതിഥിയാണിത്. ഇദ്ദേഹം കുറച്ചു നേരം കണ്ടില്ല. ഞാൻ എന്തോ അനങ്ങുന്ന കണ്ടിട്ട് നോക്കിയപ്പോഴാണ് കെമിലിയനാണെന്ന് മനസ്സിലായത്. സുഖമാണോ ചേട്ടാ? രാവിലെ എണീറ്റിരുന്ന് ആടുന്ന ആട്ടം. ജോ ചിച്ചേ സ്മൈൽ. ഇളയമ്മ, അവളെന്നണ്ട് ചിച്ചേ. ചിച്ചില്ല, അവളുടെ മമ്മിയെ നോക്കുന്നു. കുഞ്ഞാമ്മ എവിടെ? കുഞ്ഞാമ്മി
Oh my god, look at the thug life sitting. ഇരിക്കണോ? ടൺ 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 ടൺ. അപ്പോൾ ഗൈസ് ഡേ 2 നമ്മൾ ഇങ്ങനെ ട്രിപ്പെല്ലാം തുടങ്ങുകയാണ്. ഇവിടെ അതെ ഇവർ ഒക്കെ റെഡിയായി. നമ്മൾ 2 വണ്ടിയിൽ ഒരു സാധനങ്ങളൊക്കെ സെറ്റായി. ഇത് നമ്മൾ പിള്ളേർ പോകുന്ന വണ്ടി ആൻഡ് പിന്നെ അവരെ വലിയവരുടെ വണ്ടി. ഇത്തിരി വെയിലുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരത് നമ്മുടെ ബലീനോയിലാണ്. കുഞ്ഞൊക്കെ അവിടെ ഉണ്ട്. അവളിങ്ങനെ നല്ല ക്രാങ്കി മൂഡിലിരിക്കുകയാണ് അവള്. അല്ലേ? ഹായ് പറ. ഹായ്. എത്ര ക്രാങ്കിയാണെങ്കിലും അവൾ ഭയങ്കര സ്മാർട്ടാണ്. സോ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ? അതെ. അപ്പം നമ്മൾ വയനാടുള്ള ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. നമ്മളത് ഒരു മ്യൂസിയം പാർക്കൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്ലാസ് ബ്രിഡ്ജ് അവിടെ നിന്ന് അപ്പുറത്തുള്ള ഏതൊക്കെ സ്ഥലം ഇവര് ഡാം സിപ്പ് ലൈൻ പോകണമെന്നുണ്ട്. സോ ഡാമിൽ പോകണം. ഏതോ ഒരു ഡാം എന്നിവർ പറയുന്നത് എനിക്കറിയില്ല. വാട്ടെവർ, എന്തായാലും കുറേ ഫൺ ഉണ്ടാവാൻ ഞാൻ സിപ്പ് ലൈൻ പോലെ എനിക്ക് പേടിയാണ്. പക്ഷേ ഇവരൊക്കെ പോകുന്നത് ഷോർട്സൊക്കെ കാണിച്ചാലും ഫസ്റ്റ് എന്തായാലും നമ്മളിവിടെ നിന്ന് പയ്യെ തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഫൈനലി ഒരു പോണ വഴി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഒരു അഡ്വഞ്ചർ പാർക്ക് കണ്ടു. സോ ഇച്ചിരി അത്രയും ദൂരം പോണതിന് വരെ ഇവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് കൊണ്ടാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോകണം എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ സമയം 2:30 എനിക്ക് വിശന്നപ്പോൾ ഞാൻ ചോറ് കഴിക്കണം. പക്ഷെ അവർക്കാർക്കും വിശക്കാത്തവരെ കഴിക്കണം. പക്ഷേ പപ്പന്മാരും മമ്മിമാരും അകത്തിരിപ്പുണ്ട് എന്നെ പറ്റിച്ച്. അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കാൻ പോണേ. അപ്പോൾ യെസ്, സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ്. നമ്മൾ എന്തിനാണ് നമ്മൾ അഡ്വെഞ്ചേഴ്സ് ചെയ്യാൻ പോകുന്ന സ്കൈ സൈക്ലിംഗ് ചെയ്യുന്ന മാത്രം ഞാൻ മാത്രം. പിന്നെ നമ്മള് സ്വിങ് നമ്മൾ ആടാൻ പോവുകയാണ് കാറ്റത്ത്. ഐ മീൻ എയറിൽ. ഓ, മഞ്ഞ് ഇളകി വരുന്നുണ്ട്. ഇവിടെ തുടങ്ങി വെയിൽ കുറെ തന്നിട്ടുണ്ട്. മഴയാണോ മഞ്ഞാണോ എന്നറിയില്ല. ഇറ്റ്സ് ഗുഡ് ലൈക്ക് ഓക്കെ ക്ലൈമറ്റ്. നല്ല തണുപ്പല്ല, തണുപ്പ് രാത്രി കിട്ടുന്ന തണുപ്പാണ്. ഇപ്പം ഇറ്റ്സ് ലൈക്ക് നോർമലാണ്. നല്ല കുറച്ച് വിൻഡിയാണ്. പിന്നെ ഇത് ഈ ടീ എസ്റ്റേറ്റിന്റെ അകത്താണ് ഇതിന്റെ ഇതല്ല. അപ്പൊ നമ്മളിത് ഈ ജീപ്പിൽ വേണം കയറുവാൻ. അതെ. അപ്പം നമ്മളിവിടെ ആക്ച്വലി മറ്റേ സ്കൈ അല്ല ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. ഗ്ലാസ് ബ്രിഡ്ജ് കുറേ കൂടെ അങ്ങോട്ടാണ്. സോ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇവർ സിപ്പ് ലൈൻ പോകണമെന്നുള്ളത് അവിടെ പോയി സിപ്പ് ലൈൻ പോകത്തുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജും കാണാം. ഇൻ ദ സെൻസ് തൽക്കാലം ഇവിടെ ഇത് രണ്ടും മാത്രം നമ്മൾ ചെയ്തിട്ട് പെട്ടെന്നാണ്. അപ്പം നമ്മുടെ ജസ്മിയാണ് ആ ചവിട്ടി പോകുന്നത്. ഓ, ലുക്ക് അറ്റ് ദ ഫോക്കസ്. ജീവൻ മരണ പോരാട്ടം. എങ്ങനെയെങ്കിലും ചവിട്ടി അപ്പുറത്ത് എത്തിയാതി എന്നുള്ള ഇതിലാണ് അവള് ചവിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഇങ്ങനെയായിരിക്കും ഈ സാധനത്തിലുള്ളത്. എന്ത് ധൈര്യത്തിൽ ഞാൻ കയറുമെന്ന് എനിക്ക് ഇതില്ല. എനിക്ക് ഓൾറെഡി പേടിയായിട്ട് സൗണ്ടൊക്കെ പോയി. എൻ്റെ മുന്നേ സൗണ്ട് പോയി. അല്ല അത് നമ്മളല്ല നോക്കണം, അവരുടെ നോക്കണം. അവർ പോകുന്നത് ഗുഡ് പ്രയോറിറ്റീസ്. എനിക്ക് എടാ നമുക്ക് ഈ ഹൈറ്റ് പോരെ? എവിടെ അവരെവിടെ? അവിടെ
അമ്മ വേണമല്ലോ. അമ്മ എല്ലാരും എന്നെ നോക്കണ്ട. ആ അത് ശരിയാണ് ദീദി. ഇമാജിൻ വാട്ടർഫോൾസ്. ദീദി എക്സ്ട്രാ ബൂസ്റ്റ്. ഓക്കെ വലിക്കാൻ പോകുന്നു. അയ്യേ കുറച്ചുകൂടെ പൊക്കണമായിരുന്നെന്ന് തോന്നുന്നു. ദീദി നെട്ടിയില്ല. എൻ്റെ അറൗണ്ട് പോയി ഞാൻ പാതി ദൂരെ പോലും കാരണം എനിക്ക് തീരെ ശ്വസിക്കാൻ വയ്യ. പക്ഷെ അത് ഇവർ ഫുൾ ലെങ്ത് പോവാണ്. ആൻഡ് യുനോ ട്വിൻസ് ഓഫ് ദ ഫാമിലി. സോ നമ്മൾ ആക്ച്വലി ഇവരെ ചെയർ ചെയ്തുകൊണ്ട് അങ്ങ് റോഡിൻ്റെ താഴെ അങ്ങ് കുഞ്ഞും മമ്മിമാരും എല്ലാവരും നിൽപ്പുണ്ട്. How do I know? I'm recording. ടൈറ്റാനിക് ഇല്ലയോ? ഓ അതാണ്. I feel I can fly, touch the sky. Please don't sing that. ഇടയ്ക്ക് ചാർജ് ചെയ്യുന്നപ്പോൾ ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല. ഇവരൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. ഞാൻ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ പകരം ഞാൻ ഒരു ജമണ്ടൻ ഷോപ്പിംഗ് സ്പ്രേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വാങ്ങിച്ചു. മമ്മിയൊക്കെ വാങ്ങിച്ചു, കുഞ്ഞിനെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. ഇനി വേറെ പ്ലാൻസ് ഇല്ല. ഇനി വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, പിന്നെന്താ എല്ലാം കഴിഞ്ഞിട്ട് നാളെ ഊട്ടിയിലേക്കുള്ള പ്ലാൻസ്. അതാണ് പരിപാടി. അതാണ് ഇന്നത്തെ. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ.